അതിന്റെ പപ്പടം മേടിച്ചു തരാൻ പറയും. ഓരോ ദിവസവും കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് തന്നെ പറയാൻ പറ്റുന്നില്ല. കണ്ണടച്ചത് ഉറക്കുന്ന വേഗത്തിലാണ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ദിവസങ്ങൾ കടന്നുപോയത്. എന്നാൽ ഇപ്പോൾ വലിച്ച് വലിച്ച് നീട്ടി നീട്ടി അയ്യോ അയ്യേ എനിക്ക് ഇതിപ്പോൾ രാവിലത്തെ 7:15 കേട്ടോ, വൈകുന്നേരം അഥവാ സന്ധ്യയുടെ 7:15. അപ്പോൾ ഇവള് ഒരു തരത്തിലും ജോലി ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര കരച്ചിലും ചിണുങ്ങലും. കറണ്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഇവിടെ. കറണ്ട് തലേ ദിവസം ഒരു മരം മറിഞ്ഞ് വീണിട്ട് പോസ്റ്റും ലൈനും ഒക്കെ അത് കൂടെ ഡാമേജ് ആയിട്ട് കറണ്ട് വരും പോകും. അപ്പോൾ പകൽ പ്രോപ്പറായിട്ട് ഉറക്കം കുഞ്ഞിന് കിട്ടിയിട്ടില്ല. കുറച്ച് നേരം നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ എൻ്റെ പണിയൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ കറണ്ട് വൈകുന്നേരം ആയപ്പോഴാണ് കറക്റ്റ് അങ്ങ് വന്നത്. അപ്പോൾ ഞാൻ കരുതി വൈകുന്നേരം ഒരു വ്ളോഗ് അങ്ങ് എടുക്കാം. അപ്പോൾ കുഞ്ഞു പെണ്ണിനെ മേലൊക്കെ കഴുകിച്ച് ഉടുപ്പൊക്കെ മാറ്റിച്ചു. ജോക്കൂട്ടൻ്റെ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഞാനും പോയി മേല് കഴുകി ഡ്രസ്സൊക്കെ മാറി. അന്നക്കുട്ടി മേല് കഴുകാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ ഷോർട്സിൽ മാങ്ങയൊക്കെ പറിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പണി തീർന്നിട്ടില്ല എൻ്റെ ദൈവമേന്ന്. ആ ദിവസത്തെ ബാക്കിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഈ ഈവനിങ് വ്ളോഗിൽ. അപ്പോൾ ഞാൻ ചായ എടുക്കുന്നത് 7 മണിയായപ്പോഴാണ്. ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ചായ കുടിക്കുന്നത് ചേട്ടൻ വൈകിട്ട് സന്ധ്യ ആകുമ്പോൾ വരുമ്പോഴത്തേനും ചായ ഇടുമ്പോഴാണ് ഇങ്ങനെ ചായ കുടിക്കണേ. അല്ലെങ്കിൽ നമ്മൾ വൈകിട്ട് 4 മണിയാകുമ്പോൾ പിള്ളേർ വരുമ്പോൾ ചായ അടിക്കണം. നിങ്ങളെല്ലാ വ്ളോഗുകളിലും കണ്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ പിള്ളേർ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് വരുന്ന സമയത്ത് ആ ഒരു 4 മണിക്ക് കറക്റ്റുള്ള ചായ കുടിയുടെ ഇതൊക്കെ ആവുള്ളൂ. ഇപ്പം ഇങ്ങനെ തട്ടിയും മുട്ടിയും 4 മണിക്ക് ചായ കുടിക്കും, 7 മണി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സമയം പോകുന്നത്. അപ്പം ഞാൻ ചായയല്ല കാപ്പിയാണ് കേട്ടോ അവിടെ വെക്കണേ. പിന്നെ അതുമല്ല മാമോദീസയുടെ നല്ല തിരക്കുണ്ട്. ഓട്ടത്തോടോട്ടമാണ് പരിപാടി. വിളിക്കാനും ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് നല്ല ഹോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള വായു പിടിച്ചുള്ള ഓട്ടത്തിലാണ് നമ്മളിപ്പോൾ. അതുമല്ല നമുക്ക് ഗ്യാസ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കാറ്ററിംഗുകാരന് ആദ്യം ഒരു തടസ്സം പറഞ്ഞ് നമ്മളോടെങ്കിലും പിന്നെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കുറ്റിയൊക്കെ സെറ്റായി അങ്ങനെ ഓക്കെ ആയി. അപ്പോൾ ഈ 12-ാം തീയതിയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ മാമോദീസ. അപ്പോൾ ഞാൻ വൈകുന്നേരം ചായക്ക് ഒന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ പായസം വെക്കാമെന്നുള്ളൊരു ഇതിലിരുന്നതാണ്. പക്ഷേ പിന്നെ ഞാൻ ആ പദ്ധതി മാറ്റി വീണ്ടും ഞാൻ ആ പദ്ധതി കൊണ്ടുവന്നു. അത് ഞാൻ പറയാട്ടോ പുറകെ. അപ്പോൾ ഞാൻ കാപ്പിയാണ് ഇട്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കാപ്പി കുടിക്കുകയാണ്. കപ്പ വറുത്തതും കുറച്ച് പഴം വറുത്തതും ഉണ്ടായി. പഴം വറുത്തത് ഇട്ട് വെച്ച പാടെ ജോക്കൂട്ടങ്ങൾ കുറേ പെറുക്കിക്കൊണ്ട് പോയി. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കോട്ട് വയണം ഒച്ചയാണ് കേൾക്കുന്നത് കേട്ടോ. കാരണം ഉറക്കമൊന്നും അങ്ങ് പ്രോപ്പർ ആവുന്നില്ല. അപ്പോൾ ഞാൻ കുടിച്ചുകൊണ്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ പന്നമോളം എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുക, എന്നിട്ട് പണി ചെയ്താൽ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കരുതി രാത്രി ഒരു ചെറിയ കൊച്ചു പണികളൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് വേറെ ആരെയും ബോധിപ്പിക്കാനില്ലല്ലോ, സമാധാനത്തിൽ ചെയ്താൽ മതി. അപ്പം ഞാൻ ഗ്യാസ് കിട്ടാൻ ഇനി നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ചുറ്റും ഗ്യാസ് ഇല്ല ജിഫി, അടുപ്പത്ത് കത്തിക്കുന്നുണ്ട് ചുറ്റും ഗ്യാസ് ഉണ്ട്. പക്ഷെ അത് എപ്പോൾ തീരും എന്ന് പറയാൻ പറ്റില്ല. അടുത്ത കുറ്റി നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ 12-ാം തീയതി വരണം. അതായത് കുഞ്ഞിൻ്റെ മാമോദീസയുടെ ദിവസം വന്നാൽ അടുത്ത കുറ്റി ബുക്ക് ചെയ്ത് 3 ദിവസം എങ്ങാനും എടുക്കുമായിരിക്കും പുതിയ കുറ്റി കിട്ടണമെങ്കിൽ. അപ്പോൾ അങ്ങനെയും കിട്ടിക്കഴിഞ്ഞ ശേഷം കഞ്ഞി വെക്കലൊക്കെ അടുപ്പത്താക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുപ്പത്തല്ല സ്റ്റൗവിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ കഞ്ഞിയും കുടിക്കാനുള്ള വെള്ളം എല്ലാം വെക്കുന്നത് പുറത്ത് അടപ്പിൽ തന്നെയാണ്. നമ്മൾ ആ സൈഡിൽ കുറേ ഉണക്കവർക്കൊക്കെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, അതൊക്കെ കൊത്തിക്കീറി ഒരു ദിവസം ഒരു ചേട്ടനെ ഒരണ്ണനെ വിളിച്ച് നിർത്തിയിട്ട് അതെല്ലാം കൊത്തിക്കീറി കൊച്ചു കൊച്ചു കഷ്ണങ്ങളൊക്കെ ആക്കി കുറച്ച് കത്തിക്കാനുള്ളത് എടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറും ഈ പറഞ്ഞ പോലെ കുളിക്കാനുള്ള വെള്ളം ഇപ്പോൾ ചൂടായതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ വേണം എന്നില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് പുറത്താണ് വെക്കുന്നത്. ചില ദിവസം ഞാൻ മീൻകറി പുറത്ത് വയ്ക്കും കേട്ടോ. നമ്മൾ അരപ്പൊക്കെ കൂട്ടിയിട്ടൊക്കെ സെറ്റാക്കിയിട്ട് കൊണ്ട് ചട്ടി മാത്രം അങ്ങോട്ട് വെച്ച് മതിയല്ലോ, എല്ലാം അതിൻ്റെ അകത്ത് ഇട്ടിട്ട് പിന്നെ തിളക്കുമ്പോൾ മീൻ കൊണ്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചാൽ കറി റെഡി. അപ്പോൾ അങ്ങനെ നമ്മൾ പറിച്ച മാങ്ങയൊക്കെ ഒന്ന് നോക്കി അതിൽ ഒട്ടുമിക്കതും പഴുത്തതും പഴുക്കാനും ആയതുമാണ്. അപ്പോൾ നോക്കിയിട്ട് അത്യാവശ്യം ഇച്ചിരി പച്ചപ്പുള്ളത്, ഇപ്പോൾ കളർ ഇപ്പം മഞ്ഞയായിട്ട് തോന്നുമെങ്കിലും നല്ല പുളിയുണ്ട് കേട്ടോ. ഇത് മൂവാണ്ടനാണ്. പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയല്ല, നമുക്ക് കറിക്കുള്ള പുളിയുണ്ട്. ഒരു 1.5 മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാറ് കറി അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് വേളൂരി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുവന്നത്. വേളൂരി മാങ്ങയും കൂടി തേങ്ങയും മുളകരച്ച് വയ്ക്കാമെന്നാണ് ഓർത്തത്. പിന്നെ ഞാൻ കരുതി വേണ്ട, എപ്പോഴും ഈ തേങ്ങയും മുളകരച്ച കറിയാണ് വെക്കണത്, നമുക്ക് മാങ്ങാക്കറി വെക്കാം, അതേപോലെ വേളൂരി വറുക്കുകയും ചെയ്യാം. അപ്പോൾ 2 കൂട്ടം കറി ആകുമല്ലോ. അപ്പോൾ അങ്ങനെ
ചോറ് കുറച്ചുണ്ടായിരുന്നത് ഓൾറെഡി തിളപ്പിച്ചടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടപ്പത്ത് നമ്മളിപ്പോൾ വെച്ച ഇത് ചോറായിട്ടുണ്ട്. അപ്പോൾ ഞാനത് അരിഞ്ഞ് ഞാനത് വാർത്ത് വെച്ചിട്ടുണ്ട്. എന്നോട് ചോദിക്കും ഇപ്പോഴും വാർക്കാൻ പേടിയാണോ? പേടി ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ എന്നാലും ഞാൻ വാർക്കും. അപ്പോൾ ഇതാ അങ്ങനെ വാർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ ചോറ് വാല് വെക്കുകയോ അങ്ങനെ എന്തോ പറയും കേട്ടോ, കഞ്ഞി വാല് വെക്കുക അങ്ങനെ എന്തോ പറയും, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ വാർക്കുക എന്ന് പറഞ്ഞാൽ വീട് വാർക്കൽ മാത്രമല്ല, ചോറും ഞങ്ങൾ വാർക്കും. കമ്പിയിട്ടല്ല, കഞ്ഞിക്കലം മറിച്ചിട്ട് ഞങ്ങൾ വാർക്കും. അപ്പോൾ അത് ചരിച്ചിട്ട് വാർക്കും. അപ്പോൾ അത് മാങ്ങാക്കറിക്കുള്ള സവാള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടാത്തവരുണ്ട്, അതേപോലെ വെളുത്തുള്ളി ഇടുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇഞ്ചി മാത്രം ഇട്ടിട്ടുള്ളൂ, പിന്നെ മാങ്ങയൊക്കെ അരിഞ്ഞിട്ടു. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ പലരും പല രീതിയിലായിരിക്കും ഓരോ കറികളും വെക്കുക. ഇങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ടാവും, കാരണം പ്രോപ്പർ മാങ്ങാക്കറി ചിലപ്പോൾ ഇതായിരിക്കില്ല. പക്ഷേ എൻ്റെ വേ ഓഫ് മാങ്ങാക്കറി ഇതാണ്. ഞാൻ ഇങ്ങനെയാണ് അങ്കമാലിയിലൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും റെസിപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് മിസ്സായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മല്ലിപ്പൊടി ഇതിലെന്തായാലും ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്പേസ് ലാഭിക്കാൻ വേണ്ടി, അതേപോലെ സമയവും ലാഭിക്കാൻ വേണ്ടി നമ്മുടെ കടുക്, മല്ലി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്ന ഈ മസാല ബോക്സ് ഇപ്പോൾ പൊടി മസാലകൾ ഇട്ട് വെക്കുന്ന ബോക്സാക്കി മാറ്റിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല, കുരുമുളക് പൊടി എല്ലാം ഇതിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ ഇട്ടേക്കണത് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് മാങ്ങ ഉടയാണ്ട് തിരുമും. ശരിക്കും ഇതാദ്യം സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് തിരുമണം. ഞാനത് മറന്നുപോയി. ഞാനത് കൂടെ തന്നെ മാങ്ങ അങ്ങ് അരിഞ്ഞിട്ടു. എന്നിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് പിടിക്കാൻ അത് നമുക്ക് വെക്കാം. അപ്പോൾ വേളൂരി ഞാൻ പറഞ്ഞല്ലോ വെട്ടി ക്ലീനാക്കിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വെട്ടി വൃത്തിയാക്കി മീൻസ് കഴുകി തരില്ല, നമ്മളിവിടെ കൊണ്ടുവന്ന് കഴുകണം. കഴുകി തരുന്ന ഇതേപോലത്തെ ഇത് ഉണ്ട് കേട്ടോ, കൊറിയർ പോലെ. കൊറിയർ അല്ലല്ലോ, ഓൺലൈനിലായിട്ട് നമുക്കിങ്ങനെ ബുക്ക് ചെയ്തിട്ട് മീൻ മേടിക്ക് നമുക്ക് വീട്ടിൽ ക്ലീനാക്കി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒന്നൊന്ന് കഴുകണം, പക്ഷേ എന്നാലും അതൊരു നല്ലൊരു പരിപാടിയാണ്. അതിന് വലിയ കാശൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ മട്ടൺ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച പോലെ മീനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നല്ലതാണ്, വില കൊണ്ടും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ എന്താ തെറ്റ്, നോക്കണം, ഒരു പ്രാവശ്യം മേടിച്ച് നോക്കട്ടെ. അങ്ങനെ മീനൊക്കെ കഴുകി ഒരു പാകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ല, തേങ്ങ അരച്ച് കറിയാക്കാമെന്ന് ഓർത്തു, മീനിട്ടിട്ട് മാങ്ങയിട്ടിട്ട്. പിന്നെ മാങ്ങ മാത്രം തേങ്ങ അരച്ച് വെക്കാമെന്ന് പിന്നെ ഞാൻ അങ്ങ് മാങ്ങാക്കറി വെക്കാം. കുറേ നാളായി മാങ്ങാക്കറി കൂട്ടിയിട്ട്. അപ്പം അങ്ങനെ മാങ്ങാക്കറി വെക്കാനുള്ള അരപ്പൊക്കെ ആക്കിയെടുത്തു. ആദ്യം എൻ്റെ തേങ്ങാപ്പാൽ അരിക്കുന്ന അരിപ്പ കാണാനുണ്ടായില്ല കേട്ടോ. അപ്പോൾ എനിക്ക് സങ്കടം വന്നു, ഈ ചായ അരിക്കണ അരിപ്പിൽ അരിക്കുമ്പോഴത്തേന് കുറേ നാൾ കഴിയണം അതിൻ്റെ ആ ഒരു തരിതിരിപ്പൊക്കെ അതിൽ പോകണമെങ്കിൽ. പിന്നെ തപ്പിയെടുത്തു ഞാൻ. ഇതൊരു മന്ദാകിനി അരിപ്പയാണ്, പയ്യെ അതിൽ നിന്ന് പോരത്തുള്ളൂ. അപ്പോൾ അത് മാറ്റി എൻ്റെ തേങ്ങാപ്പാൽ അരിക്കുന്ന അരിപ്പ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം നമുക്ക് നമ്മുടെ പണികൾ ഈസിയാക്കാനുള്ള സാധനങ്ങൾ കയ്യെത്തുമ്പോൾ ആകത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ആദ്യം ഒഴിച്ചിട്ട് നമ്മൾ ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കും. ഒന്നാം പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ടിപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പണ്ടെൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊക്കെ പറഞ്ഞ് മാറ്റി എന്നിട്ടെല്ലാം കൂടി ഒന്നിച്ചൊരൊറ്റ പാലാക്കിയാൽ പോലെ, വട്ടുണ്ടോ എൻ്റെ അമ്മയ്ക്ക് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ പണിയെടുത്ത് തുടങ്ങിയപ്പോഴാണ് കറിയൊക്കെ രുചി വരണമെങ്കിൽ അതിൻ്റെ രീതിക്ക് കാര്യങ്ങൾ ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന രീതിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും കാലം കുറേ വൈകിപ്പോയി. അമ്മച്ചി നമ്മളെ വിട്ട് പോയി. അപ്പോൾ ഞാൻ മീൻ വറുക്കാനുള്ള മസാലകളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് മാത്രം മതി. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് അഹങ്കാരത്തിനും അലങ്കാരത്തിനും ബാക്കിയുള്ള ഐറ്റംസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. വേളൂരി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ അയിലേക്ക് വറുക്കില്ലേ, വെളുത്തുള്ളി ചതച്ച് പുരട്ടി വറുക്കണം കേട്ടോ. ബാക്കി മസാലകളൊക്കെ ഇതൊക്കെ തന്നെ. എന്നിട്ട് ആ കുറച്ച് ചതച്ച വെളുത്തുള്ളിക്ക് അയിലയുടെ വയറിൻ്റെ ഉള്ളിലോട്ട് കുത്തിക്കയറ്റി വെക്കണം, എന്നിട്ട് വറുക്കണം, എന്നിട്ട് കഴിക്കണം. ഇത് ടേസ്റ്റാണെന്ന് അറിയാമോ? ആ പകുതി മൊരിഞ്ഞ ഇതില്ലേ, അയലയും അതേപോലെ വെളുത്തുള്ളിയും, ഒന്നും പറയണ്ട, എനിക്ക് വായിൽ വെള്ളം വരണു. ഇവിടെ നമുക്ക് അയില വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ മേടിക്കും. പക്ഷെ എന്നാലും വലിയൊരു മേടിക്കില്ലല്ലോ ജോക്കൂട്ടൻ. അപ്പോൾ കുറേ നേരം അമ്മ പായസം വെച്ച പിന്നെ പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മധുരമുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വേണമെങ്കിൽ ചോറും പായസം കൊടുത്തവൻ അങ്ങനെ തിന്നും, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് പായസം. അപ്പോൾ ഞാൻ പായസം വെച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ പാലൊക്കെ ഒഴിച്ച് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ വെച്ച സാധനം മറന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇല്ലടാ, ഇഡ്ഡലിക്ക് മാവ് നമ്മളിങ്ങനെ തട്ട് വെച്ചിട്ട് മാവ് ഒഴിക്കില്ലേ, ഞാൻ തട്ട് വെച്ചു, ഗ്യാസ് ഓണാക്കി,
മാവൊഴിച്ചില്ല. ആ മൂടി വെച്ചിട്ട് അടച്ചിട്ട് ഞാൻ പോയി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് 10-20 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ തട്ടിരുന്ന് പുഴുങ്ങണു. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ, എൻ്റെ തലക്കകത്ത് ഭയങ്കര സ്ട്രെസ്സാണ് ഇപ്പോൾ എല്ലാം കൂടി ചെയ്യുന്നതുകൊണ്ടേ. മാമോദീസയൊക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട്, ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ കറി വെക്കുന്ന ചട്ടിയിൽ എന്തിനാ സേമിയ വറുക്കണേ? എന്നെ കൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പാത്രം എടുക്കണോ വെക്കുമ്പോൾ കൊച്ചെണ്ണയ്ക്കും. അപ്പോൾ കയ്യിൽ കിട്ടിയ പാത്രം എന്താണോ ഞാനപ്പോൾ അതിലങ്ങോട്ട് പായസം വെക്കുകയാണ്. ഇതിൽ ഞാൻ സാമ്പാർ വയ്ക്കാറുണ്ട്, മുട്ടക്കറി വയ്ക്കാറുണ്ട്, കടല വയ്ക്കാറുണ്ട്. ഇപ്പം എന്നോട് നിങ്ങൾ ക്ഷമിക്കുക, എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാനേ പറ്റണുള്ളൂ. അപ്പം ഞാൻ നെയ്യിൽ വേഗം നമ്മുടെ സേമിയോ വറുത്തെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി. ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്യണത് കേട്ടോ, പാലും കാച്ചി എടുക്കണത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മളെപ്പോഴും സേമിയോ വറുത്തിട്ട് പായസം വെക്കണതാണ് നല്ലത്. ചില ആൾക്കാർ തിളച്ച പാലിലേക്ക് ഡയറക്റ്റ് ആ സേമിയ കൊണ്ടിടും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമുക്കിങ്ങനെ പായസം തണുത്ത് കഴിയുമ്പോൾ മുറിച്ച് തിന്നാൻ പാകത്തിന് കേക്ക് പോലെ ഇരിക്കും. അപ്പോൾ അതിലും നല്ലത് നമ്മളിങ്ങനെ പയ്യൊന്ന് നെയ്യിലോ ഒന്ന് വറുത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം ചെയ്യുക. അപ്പോൾ നമ്മൾ മാങ്ങാക്കറിയിലേക്ക് നമ്മൾ രണ്ടാമത്തെ പാൽ ഒഴിച്ച് വെന്ത ആ ഒരു കൂട്ടിലേക്ക് നമ്മുടെ കട്ടിപ്പാൽ ആദ്യത്തെ പാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മൊരിയിച്ചിടാം. കടുക് വറുത്തില്ല ഞാൻ. ഇവിടെ ഉള്ളി കടുക് വറുക്കാറുണ്ടോ മാങ്ങാക്കറിയിൽ? അങ്കമാലി സൈഡിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ചിലപ്പോൾ കടുക് വറുക്കും, ചിലപ്പോൾ കടുക് വറുക്കൂല. ഇതിപ്പോൾ ഞാൻ കടുക് വറുത്തില്ല കേട്ടോ, വറുക്കാറില്ല എന്ന് തോന്നണം. ഞാൻ കഴിച്ച കറിയിലൊന്നും, അവിടെ പോയി കഴിച്ച കറികളിലൊന്നും ഇങ്ങനെ കടുക് കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതാ ഉള്ളി മൊരിച്ചു, വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കറിയാണ് ഇട്ടത്. പിറ്റേ ദിവസം ആകണം. ഇതും ഇച്ചിരി ചെമ്മീൻ ഒലത്തിയതും ഒരു 2 കഷ്ണം കണ്ണിമാങ്ങയും ഒരു പപ്പടവും നല്ല തണുത്ത ചോറും കൂട്ടി തിന്നണം. എൻ്റെ പൊന്നേ, എൻ്റെ വായിൽ വെള്ളം വരണം. അതവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നമുക്ക് കൂട്ടാം. അല്ല, ഞാൻ കൂട്ടാം. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവിടെ നമ്മുടെ ആ സേമിയോ വറുത്ത ആ പാത്രത്തിൽ 2 കവർ പാല്, 2 കവർ പാലേ ഞാൻ എടുത്തുള്ളൂ. ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല. ആ ഒരു കൊതിക്ക് കഴിക്കാൻ വേണ്ടി മാത്രം. കാരണം നമ്മുടെ കുഞ്ഞു പുള്ളി എപ്പോൾ എണ്ണീറ്റ് വലിയ വായിൽ കരയുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം മിക്സിയിലിട്ട് ഏലക്കയും പഞ്ചസാരയും കൂടെ അടിച്ചപ്പോഴത്തേന് മിക്സി അങ്ങ് കറങ്ങിയില്ല. ഞാൻ പറഞ്ഞത് ധൃതിക്കാണ് ചെയ്യണത്. അപ്പോൾ കറങ്ങിയില്ല. അപ്പോൾ ഏലക്കയൊക്കെ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനെ മുകളിൽ വന്നാൽ ഇങ്ങനെ കിടന്നു. പിന്നെ ഞാൻ രണ്ടാമത് കൊണ്ടുപോയി ഒന്നും കൂടി നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏലക്കയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. കുഴപ്പമൊന്നുമില്ല, പെറുക്കി കളഞ്ഞാൽ മതി. കണ്ണിൽ കാണുമ്പോൾ പെറുക്കി കളഞ്ഞാൽ മതി. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നടക്കണ്ടേ, എവിടെ ഏലക്ക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ച് പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചിട്ട് പാലിലേക്ക് ഇട്ടു. എന്നിട്ടിങ്ങനെ ഇളക്കി കൊടുത്തു. പാലിങ്ങനെ തിളച്ച് വരുന്ന നേരം ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സേമിയ അതിലേക്ക് ഇടാം. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 to 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് വെള്ളം പോലെ. ഇല്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് കുറുകും. ഇതിലേക്ക് മറ്റേ ചൗവരി പോലത്തെ സാധനം അങ്ങനെയുള്ളതൊക്കെ ഇടും കേട്ടോ. പണ്ട് ഞാൻ ആദ്യമായിട്ട് സേമിയ വെച്ചപ്പോൾ ഞാൻ നല്ല മണ്ടിയായിരുന്നത് കൊണ്ട്, ഇപ്പം ബുദ്ധിമതിയാണെന്നല്ല പറയണത്, അങ്ങനെ വലിയൊരു അടുക്കള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ചൗവരിയാണെന്ന് കരുതി ബാർലി എടുത്തിട്ടിട്ടുണ്ട്. ബാർലി എടുത്ത് പായസത്തിൽ കട്ടി കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കാം, ചൂട് ഭയങ്കര ചൂടാണ് കേട്ടോ. എനിക്ക് ഉറക്കവും വരുന്നുണ്ട്. ഇതിപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴേ എനിക്കൊരു ഒന്ന് കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നല്ല രീതിക്കൊക്കെ കിടന്നുറങ്ങാം, അതേ നടക്കുള്ളൂ. അങ്ങനെ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ കീറിപ്പൊളിച്ച് നമ്മളെ ശല്യപ്പെടുത്തുന്നൊരു മകളല്ല. അത് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ദൈവം അറിഞ്ഞാണ് പല കാര്യങ്ങളും വെക്കുക. ഒറ്റയ്ക്ക് ഞാൻ ഇതൊക്കെ ചെയ്യും. എന്നടാ എൻ്റെ കുഞ്ഞുമണികൾ 2 എൻ്റെ മാലാഖമാർ. ഒരു മാലാഖൻ അപ്പുറത്തുണ്ട് കേട്ടോ. അവൻ TV കാണാണ്. കല്യാണരാമൻ സിനിമ വെച്ച് കൊടുത്തിട്ടുണ്ട്. ദിലീപിൻ്റെ കല്യാണരാമൻ, പാണ്ടിപ്പടം, അതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ എടുക്കുന്നതാകുമ്പോഴത്തേനും ഇവളിങ്ങനെ കുതിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ പൊന്നാണ്, നമ്മുടെ മുത്താണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം എടുത്തിട്ടൊക്കെ നടന്നു. പിന്നെ കൊണ്ടുപോയി പാലൊക്കെ കൊടുത്തു, കുറച്ച് നേരം കളിപ്പിച്ചു. പിന്നെ അവൾ ഉറങ്ങി കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അപ്പോൾ നമ്മളോട് ഞാൻ പറഞ്ഞു പായസം അടച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് തരടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അടുക്കളയിൽ നിന്ന് പോയി. പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ അവളെ കുറേ നേരം കളിപ്പിച്ച് പുന്നാരിച്ച് എണീറ്റ് കഴിയുമ്പോഴത്തേനും നമ്മളൊന്ന് കണ്ടില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ ഇപ്പോൾ ഇത്തിരി ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ മീൻ വറുക്കണം, അത് മാത്രമേ ഉള്ളൂ. അതേപോലെ ആ സേമിയയിലേക്ക് കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും അതേപോലെ കിസ്മിസും കൂടി ഒന്ന് വറുത്തിടണം നെയ്യിൽ. നമ്മളെ വെച്ച സ്ഥലങ്ങളും മറന്നു പോകണം. എവിടെ എന്താ നമ്മളിക്കില്ല ആരാ ഇതൊക്കെ കാരണം ഇതൊക്കെ ഞാൻ ഒരു ടിന്ന് ഉറക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഏത് കാലത്തുള്ള ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഓടിച്ചുകൊണ്ട് പോകാം. അങ്ങനെ പായസം ഇപ്പം അത്യാവശ്യം നന്നായിട്ട്. ഇനിയും ഇത് കുറുകും കേട്ടോ.
അപ്പോൾ നന്നായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് രണ്ടാക്കിയില്ല, കാരണം എൻ്റെ ധൃതി, അതുകൊണ്ട് തന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. രണ്ടാക്കി ഇട്ടാൽ കുറച്ചും കൂടി കിസ്മിസ് അല്ല കാഷ്യൂനട്ട് കുറച്ചും കൂടി ഉണ്ടായേനെ. ഇതിപ്പോൾ അങ്ങനെ തന്നെ ഇട്ടു. പായസമായി താളിച്ചിട്ടപ്പോൾ തന്നെ ജോക്കട്ടൻ വന്നു. എനിക്ക് അവൻ്റെ ബൗളിൽ ഞാൻ എന്താ കുറച്ചിട്ടു. എന്നാൽ എനിക്ക് നേരം അമ്മ എന്ന് പറഞ്ഞ അന്നമോളും വന്നു. എല്ലാവർക്കും ഈ സേമിയനേക്കാളും, അതായത് ഈ നൂലിനേക്കാളും കൂടുതൽ ഇഷ്ടം പാലാണ്. ഇങ്ങനെയാണ് ഇങ്ങനെയെങ്കിലും ഇഷ്ടത്തോടു കൂടി പാല് കുടിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കും. അപ്പോൾ ഇതാ 2 പേർക്കും കൂടി അത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി എന്തായാലും കുഞ്ഞുമോള് ഉറക്കാണ്, അപ്പോൾ ആ നേരം കൊണ്ട് കുഞ്ഞുപെണ്ണ് ഉറങ്ങുന്ന നേരം കൊണ്ട് എന്തായാലും ബാക്കിയുള്ള പണിയും കൂടി അങ്ങോട്ട് ചെയ്ത് തീർത്തേക്കാം. അപ്പോൾ ഇതാ മീൻ അങ്ങ് വറുത്ത് വെച്ചേക്കാം. പിന്നെ അങ്ങ് കഴിക്കണ നേരത്തെ ഇപ്പോൾ ചൂടോടുകൂടി കഴിക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഇപ്പം അങ്ങനെ ഇല്ല. കാരണം നമ്മുടെ അവസ്ഥ സിറ്റുവേഷനൊക്കെ വീട്ടിലെല്ലാവർക്കും അറിയാം. വീട്ടിലെല്ലാവരും പറഞ്ഞാൽ ചേട്ടനും ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, തിന്നണ നേരത്ത് വറുക്കുള്ള ഞാൻ നേരത്തെ തന്നെ വറുത്ത് വെക്കുകയാണ്. പിന്നെ എനിക്കൊരു മണ്ടത്തരം പറ്റി, കുറച്ച് വേപ്പില എന്തെങ്കിലും ആദ്യം ഇടണമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് മീൻ ഇട്ടിട്ടൊന്ന് കുലുക്കി കൊടുക്കണമായിരുന്നു. അത് രണ്ടും ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് മീൻ അലസലായിട്ട് അടുക്കി പിടിച്ചു. അപ്പോൾ ഇച്ചിരി പൊടിഞ്ഞ് വറുത്ത മീനാണ് ഇന്ന് ഞങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ളത്. ഞാൻ വേപ്പില ഈ വേപ്പില ആദ്യം ഇട്ടാൽ മതിയായിരുന്നു. വേപ്പില ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എന്തോ എനിക്ക് ആ നേരത്തെ ആ ഒരു ബുദ്ധി തോന്നിയില്ല. അങ്ങനെ കുത്തി ഇളക്കി മറിച്ച് പറിച്ച് ഞാൻ ആ മീനെടുത്തു. ഒന്നാമത് ഈ പാൻ അത്ര നല്ലതല്ല. ഇതൊക്കെ ഇനി പിന്നെ മേടിക്കാം കേട്ടോ. അതിൽ 2 ദോശക്കല്ല് ഡാമേജായി പോയെന്നേ, കുറേ നാൾ ഉപയോഗിക്കാണ്ട് വെച്ചിരുന്നേ. അയ്യോ എനിക്ക് സങ്കടം വന്നു. നല്ല വിലയുള്ള സാധനമാണത്, മോശമായി പോയി. അങ്ങനെ പോട്ടെ, വേറെ മേടിക്കാം. അല്ലെങ്കിൽ ദോശ പാൻ നമുക്ക് സെറ്റായിട്ട് കിട്ടുമല്ലോടാ, അത് മേടിക്കാമെന്ന് കരുതി. അപ്പം ഞാൻ അങ്ങനെ മീനൊക്കെ കുത്തിപ്പറിച്ച് ഇളക്കി മറിച്ച് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റാറുണ്ടോ? പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊടിഞ്ഞും നുറുങ്ങിയൊക്കെ തിന്നാനായിട്ട് ഒരു സ്വാദാണ്. കാരണം കംപ്ലീറ്റ് അങ്ങ് പൊടിഞ്ഞു നുറുങ്ങിപ്പോയി എന്നല്ല, ചിലതൊക്കെ കിട്ടി, ചിലതൊക്കെ ഡാമേജായി. അതായത് ചിലയിടത്ത് ശരിയായി, ചിലയിടത്ത് ശരിയായില്ല എന്ന് പറയണ പോലെ. അപ്പോൾ എൻ്റെ അടുക്കളയിലെ ഇന്നത്തെ പണികളൊക്കെ ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓള് കൊടുക്കണം കേട്ടോ. പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചെയ്തോളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്